പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി തോമസ് ഐസക്. മത്തിക്കച്ചവടത്തിന് പോകുന്നത് പോലെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വ്യാപാരമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിചാരമെന്ന് ഐസക് പരിഹസിച്ചു. കിഫ്ബിയുടെ ബോണ്ടുകളിൽ നല്ലൊരു പങ്കും വാങ്ങിയത് വിവാദ കമ്പനിയായ SNC ലാവലിനുമായി ബന്ധമുള്ള DDPQ എന്ന സ്ഥാപനമാണെന്നും ഇതിൽ ക്രമക്കേട് നടന്നുവെന്നും ചെന്നിത്തല നേരത്തെ ആരോപിച്ചിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് അപമാനമാണെന്ന് പറഞ്ഞ തോമസ് ഐസക് നിയമപ്രകാരം ബോണ്ട് വിവരങ്ങൾ ആർക്കും നൽകുമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഫയൽ ചോദിച്ചാൽ കാണിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. ദേശദ്രോഹമാണ് നടക്കുന്നത്. വിവാദങ്ങൾ സംസ്ഥാനത്തേക്കുള്ള ഫണ്ടിനെ സ്വാധീനിക്കും. കേരളത്തിലേക്ക് ലാവലിനെ ക്ഷണിച്ചുകൊണ്ടുവന്നത് UDF സർക്കാരാണെന്നും ഐസക് പറഞ്ഞു. ഇതിപ്പോ പ്രതിപക്ഷ നേതാവിനെ കാണണമെന്നുണ്ടെങ്കിൽ എന്താ കാണിക്കാമെന്ന് നമ്മൾ കാണിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരോണ്ടോ ചോദിച്ചിട്ട് മറുപടി പറയാത്തൂല. ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? മസാല ബോണ്ട് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണമെന്നും ബോണ്ടിന്റെ കാലാവധി എത്ര വർഷമാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിലേക്ക് ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ വസ്തുതകൾ ഇനിയും പുറത്തു വരികയുള്ളൂ. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് കൊടുത്തു, പ്രതിപക്ഷത്തെ കാണിക്കണം. ന്യൂസ് ഡെസ്ക്.